നമുക്കൊന്ന് കുട്ടനാട്ടിലേക്ക് പോയാലോ? ദാ കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി താറാവിറച്ചി കഴിക്കാൻ കേട്ടോ. കായലിലൊക്കെ നീന്തി കുളിച്ച് പിന്നെ നടക്കുന്ന താറാവായതുകൊണ്ട് വലിയ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. നല്ല താറാമുട്ടയും കിട്ടും. പിന്നെ ഇത് കുട്ടനാട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കുട്ടനാട് സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോൾ പുള്ളി പറയുമായിരുന്നു, അവർക്കിവിടെ സുഖമാണ്, അവരിവിടെ വളരെ സന്തോഷത്തിലാണ്, അവിടെ ഭയങ്കര ഇതിലാണ് ജീവിക്കുന്നത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒതുങ്ങി ജീവിക്കുന്ന കുറേ മനുഷ്യർ, അവരുടെ വീടുകളാണിത് കേട്ടോ. അവർക്ക് വലിയ കൊട്ടാരങ്ങളൊന്നുമില്ല. കുടിലുകളാണെങ്കിലും കുടിലുകളുമല്ല, ആ ഉള്ളൊരു സൗകര്യത്തിൽ രണ്ട് വശവും വെള്ളമാണ്. അപ്പുറത്ത് ഒരു വലിയ ഹൈവേ ഒക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓടിപ്പോണമെങ്കിൽ അവരുടെ ആ കടത്ത് വെള്ളമൊക്കെ വേണം. ഇപ്പുറത്ത് കായൽപ്പരപ്പാണ്. പിന്നെ അല്ലാതെ തന്നെ നെൽപ്പാടങ്ങളും ഒക്കെ ആയിട്ടിങ്ങനെ വെള്ളക്കെട്ടിൽ പോരാഞ്ഞിട്ട് ചെളിയും അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുട്ടനാടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ഇങ്ങനെ പരന്നിട്ടാണ് കിടക്കുന്നത് ഈ നാട്. കായലും നെൽവയലുകളും ചേർന്ന് കിടക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നുണ്ടാവും. അതേപോലെ തന്നെ ഇവിടുത്തെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് നെൽകൃഷി തന്നെയാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായൊരു മണ്ണ് വേണം കേട്ടോ, ചെളിയാണ്. അതിനനുയോജ്യമായ ഒരു പിന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഒത്തിരി താഴ്ന്ന പ്രദേശങ്ങളെന്നൊക്കെ പറയില്ല, അങ്ങനെ താഴ്ന്ന പ്രദേശമാണ് ഈ നാട്. തീരദേശമാണ്. നമ്മുടെ ആലപ്പുഴ എന്ന് പറയുന്നത് തീരദേശമാണ്. മലയും കുന്നുമൊന്നുമില്ലാത്ത ഒരു നാടാണ് ആലപ്പുഴ, തീരദേശ നാടാണ്. ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ കാണാൻ തന്നെ ഈ കായലും ഈ കടലും ഈ നെൽപ്പാടങ്ങളും ഒക്കെ ഇങ്ങനെ കൂടിച്ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ ആലപ്പുഴ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതൊക്കെ ഒന്നൊന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ മഴ വരുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ അങ്ങോട്ട് നിറഞ്ഞിട്ട് വീടുകളിലോട്ടൊക്കെ വെള്ളവും ചെളിയും ഒക്കെ കയറും. അപ്പോൾ ഇവർക്ക് കിടക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യും, അടുത്തുള്ള സ്കൂളുകളിലും ഈ അമ്പലങ്ങളുടെയൊക്കെ പിന്നെ ഓഡിറ്റോറിയങ്ങളൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെ പോയി കിടക്കും. അപ്പോൾ ഗവൺമെൻറ് അവർക്കുള്ള പിന്നെ ഭക്ഷണവും വെള്ളവും, വസ്ത്രമില്ലാത്തവരാണ് വസ്ത്രമൊക്കെ എത്തിച്ചു കൊടുക്കും. വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഈ ചെളിയൊക്കെ കോരി കളഞ്ഞ് വൃത്തിയാക്കി വീണ്ടും ഇതുങ്ങൾ അവിടെ വന്ന് താമസിക്കും. സംഭവം പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ജീവിതമൊക്കെ തന്നെയാണ് കേട്ടോ. എന്നാലും അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്കൊരു പരാതിയുമില്ല, ഞങ്ങൾ സന്തുഷ്ടരാണ്. പിന്നെ നമ്മുടെ പ്രധാന നദികളായ പമ്പ, മീനച്ചിലാർ, അച്ചൻകോവിലാർ, മണിമലയാർ എന്നതെല്ലാം ഈ കുട്ടനാട്ടിലൂടെയാണ് ഒഴുകുന്നത്. ജലം കൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചുറ്റപ്പെട്ടിരിക്കുകയാണ്. നിറച്ച് ചെളിയും, ഞാൻ പറഞ്ഞില്ലേ ഈ ചെളി വെള്ളമാണ്. ചെളിയൊക്കെ പൊതിഞ്ഞൊരു നാടായതുകൊണ്ട് ഇവിടെ കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഈ ചെളിയിൽ നിന്ന് ബോർവെല്ലൊക്കെ താത്തി എടുക്കുന്ന വെള്ളത്തിന് ഒരു പ്രത്യേകതരം മണവും പിന്നെ കുടിക്കാനൊന്നും പറ്റില്ല. വായിൽ വയ്ക്കുമ്പോൾ ഒരു ചൊവയും ഒക്കെ ഉണ്ടാവും. പിന്നെ കളറിന് വ്യത്യാസം ഉണ്ടാവും, ഒരു മഞ്ഞ നിറമായിരിക്കും, സർബത്ത് പോലെയൊക്കെ ഇരിക്കും ചില പിന്നെ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇവർക്ക് കുടിവെള്ളം ശരിക്കും ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ എത്തിച്ച് കിട്ടണം. പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വേണ്ടി ബണ്ടുകൾ കെട്ടി നിർത്തിയിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ബണ്ടുകൾ കെട്ടി നിർത്തിയാണ് ഈ പിന്നെ നെല്ല് കൃഷി ചെയ്യുന്നത്. പിന്നെ കായലിൽ നിന്നും ഈ പിന്നെ പാടങ്ങളിലേക്ക് കയറുന്ന പിന്നെ വെള്ളമുണ്ടല്ലോ, ആ വെള്ളം വറ്റിച്ച് അതങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പൊക്കത്തിൽ ചെളികളിങ്ങനെ ഉരുട്ടി വെച്ചിട്ട് ബണ്ടുകളാക്കി എടുക്കും. അങ്ങനെയാണ് കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഉപജീവന മാർഗം എന്നൊക്കെ പറയണത് ഈ പിന്നെ കൃഷി, അതുപോലെ തന്നെ എല്ലാത്തരം കൃഷി, നെൽകൃഷിയാണെങ്കിലും പ്രധാനമായിട്ടും ചെയ്യുന്നത് നെൽകൃഷിയാണ്. അല്ലാതെയുള്ളതെന്ന് വെച്ചാൽ കോഴിയെയും താറാവിനെയൊക്കെ വളർത്തും. ഒത്തിരി താറാവുകളെ വളർത്തി പിന്നെ അതുപോലെ മീൻ കൃഷിയുണ്ട്, കരിമീൻ, പിന്നെ ഈ താറാവിൻ്റെ മുട്ട വിൽപ്പന,
ഇതിനിടയ്ക്കൊക്കെ കുറേ കള്ളിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ തെങ്ങുകൾ വളർത്തുന്നുണ്ട്. കള്ളിന് വേണ്ടി ചെത്താൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ തേങ്ങയും കിട്ടും. എങ്കിലും അത് കള്ളിന് വേണ്ടി ചെത്താൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വരുമാന മാർഗം പോലെ ഇവിടെ തെങ്ങുകൾ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ തെങ്ങിൽ നിന്നൊക്കെ ഓരോരുത്തർ വന്ന് കൊട്ടേഷൻ എടുത്ത് ആ തെങ്ങിലുള്ള കള്ളുകളൊക്കെ പിന്നെ ചെത്തിക്കൊണ്ട് പോയിട്ട് ചെറിയ കള്ള് ഷാപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ തെങ്ങിൻ്റെ കള്ള് അവിടെ തന്നെ ഭക്ഷണവും കിട്ടും. ഫാമിലിയൊക്കെ ആയിട്ട് ഇന്ന് വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഷാപ്പുകൾ സജ്ജീകരണം ചെയ്തിരിക്കുന്നത്. ഒരു വശത്ത് അത് കള്ള് മാത്രം കുടിക്കാൻ ആഗ്രഹമുള്ളവരൊന്നും ഒരു വശത്ത് കുടിക്കും. ആരെക്കൊണ്ട് ആർക്കും ശല്യമൊന്നുമില്ല. അങ്ങനെ ഇപ്പുറത്ത് ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് നല്ല മുളകും ഒക്കെ കൂട്ടിയ നല്ല എരിവുള്ള മീൻ കറികളും തലക്കറികളും എല്ലാത്തരം കറികളും ഉണ്ടാവും. പിന്നെ കരിമീൻ കറി, പിന്നെ ഈ നമ്മൾ കായലൊക്കെ ആകുമ്പോൾ കായലിൽ നിന്ന് കിട്ടുന്ന പുഴമീൻ എന്നൊക്കെയാണ് അതിന് പറയുന്നത്. പുഴമീൻ കറികൾ ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ഫുഡ്, നല്ല കുത്തരി ചോറൊക്കെ ആയിട്ട് ഇപ്പുറത്ത് കൊടുക്കുന്നുണ്ടാവും. അത് കഴിക്കാൻ വേണ്ടി തന്നെ ഒത്തിരി ആൾക്കാർ വരും. അതുപോലെ തന്നെ ഇപ്പുറത്തുനിന്ന് മെയിൻ റോഡിൽ നിന്നും അപ്പുറത്തേക്ക് കിടക്കണം, കുട്ടനാട്ടോട് കിടക്കണമെങ്കിൽ ഇതുപോലത്തെ പാലങ്ങൾ കെട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് കൂടി ഒരു പാലം കെട്ടിയിട്ടുണ്ട്. ഈ പാലത്തിലൂടെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടില്ല. ഈ പാലത്തിൽ കൂടെ കയറി അപ്പുറത്തേക്ക് ഇറങ്ങി ആൾക്കാർക്ക് പിന്നെ യാത്ര ചെയ്യാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പൊക്കെ ആൾക്കാർ ഈ വള്ളങ്ങളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്നത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ആൾക്കാർക്ക്. ഇവർ കുളിക്കുന്നത് ഇവർക്ക് കുളിക്കാൻ ഇവർക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത് ഇപ്പം നിറച്ച് പായലൊക്കെ പിടിച്ച് കിടക്കണം. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഈ പായൽ ഗവൺമെൻറ് തന്നെ വന്ന് കോരി വൃത്തിയാക്കുമ്പോൾ ഇതേപോലെ തെളിഞ്ഞു കിടക്കുന്നിടത്തൊക്കെ അവർക്ക് ആ വെള്ളം ഉപയോഗിക്കാനും വെള്ളമായിട്ടൊക്കെ തുഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ നല്ല പിന്നെ സുഖമാണ്. പക്ഷെ പായൽ കെട്ടിക്കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ എടുത്തു പറയാനുള്ള കാര്യം വെച്ചാൽ നല്ല വൈകുന്നേരമൊക്കെ നമ്മളൊരു ഈവനിങ് വാക്കിംഗ് ഒക്കെ നടത്തണം. ആ കാറ്റ് അത്ര സുഖകരമായൊരു കാറ്റും വെറുതെയൊക്കെ വന്ന് ഇരിക്കാനും ഒക്കെ നല്ല ഒരു ആറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു രസമുള്ള പ്രകൃതി കൊണ്ട് ഭംഗിയാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കുന്ന കുറേ പാവപ്പെട്ട മനുഷ്യരാണ്. പാവങ്ങളെന്ന് പറയാൻ പറ്റില്ല, അധ്വാനിച്ച് അല്ലലില്ലാതെ സുഖമായി ജീവിക്കുന്ന മനുഷ്യരെന്ന് തന്നെ അവരെ പറയാം. അങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാരാണ്. നല്ല കരുത്താണ് അവരുടെ ജോലി എടുക്കുന്ന അധ്വാനിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എല്ല് മുറിയ പണിയെടുത്ത് പല്ല് മുറിയെ തിന്നുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിനൊക്കെ തന്നെ നല്ല ആണിനായാലും പെണ്ണിനായാലും നല്ല കട്ടൊക്കെ നിൽക്കുന്ന ആരോഗ്യമാണ് അവരുടെ. അതേപോലെ ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ചായപ്പിടിയൊക്കെ ഉണ്ട്. അവിടെ ആകുമ്പോൾ വൈകുന്നേരം ചായ കിട്ടും. പിന്നെ നല്ല നല്ല പഴംപൊരി, അതുപോലെ തന്നെ പരിപ്പ് വട, ഉഴുന്നുവട, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് പിന്നെ ചായയും അതുമൊക്കെ നമുക്ക് പഴംപൊരി ഉണ്ട്. നല്ല രസമാണ് കഴിക്കാൻ. അത് കഴിക്കാനും ഒക്കെ ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ അവിടെ ഒരു കടത്തുവള്ളം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കാം, അതിനകത്ത് കാണുന്നുണ്ട്. അതുപോലത്തെ വഞ്ചികളാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് അക്കരെ ഇക്കരെ പോയി വരാനൊക്കെ ആയിട്ട്. നമ്മൾ ഓരോ വീടുകളിലൊക്കെ കാശുള്ളവരൊക്കെ കാറും ബൈക്കും ഒക്കെ മേടിച്ച് വെക്കുന്ന പോലെയാണ് ഇവർ ഈ കടത്തുവള്ളങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുന്നത്. ടോട്ടൽ പറയുമ്പോൾ കിഴക്കിൻ്റെ വെനീസ് എന്നൊക്കെയാണ് ആലപ്പുഴയെ പറയുന്നത്. ആലപ്പുഴ എന്തൊക്കെ കൊണ്ടായാലും എല്ലാം കൊണ്ടും പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു നല്ല സൗന്ദര്യമുള്ള നാടാണ്. ആലപ്പുഴയിൽ എല്ലാം ഉണ്ട്. കായലുണ്ട്, കടലുണ്ട്, പിന്നെ മലയൊന്നുമില്ല കേട്ടോ. മലയൊക്കെ കാണാൻ കുറച്ചുകൂടി കിഴക്കോട്ട് പോകണം. പിന്നെ ആലപ്പുഴയും കോട്ടയവും ഒക്കെ അടുത്തടുത്ത് തന്നെ കിടക്കുന്ന നാടാണ്. പിന്നെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു തോന്നുന്നു പണ്ട് ചങ്ങനാശ്ശേരി. ഇപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി പിന്നെ റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ കോട്ടയത്തിലേക്കൊക്കെ തിരുവല്ല കോട്ടയം അങ്ങനെയൊക്കെ പോകാൻ എളുപ്പമാണ്. കോട്ടയത്തൊക്കെ പോകാനായിട്ടൊക്കെ ആ വഴി ലീവൊക്കെ ഉപയോഗിച്ച് നമുക്ക് പോകാം. അല്ലാതെ വള്ളത്തിലും അപ്പുറം ഇപ്പുറം ബോട്ടിലും ഒക്കെ യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ വഴിയോരങ്ങളിലൊക്കെ ഒത്തിരി ഇതുപോലെ താറാവ്, കോഴി, മുട്ടക്കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ മലയാളികൾക്ക് സമയവും സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ ഇപ്പോൾ എല്ലാവരും ഗൾഫിൽ പോയല്ലേ. അതുകൊണ്ട് പിന്നെ നാട്ടിലുള്ളവർക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഇപ്പോൾ ചെയ്യണത് ബംഗാളികളാണ്. ഇവിടെ ഞാനിപ്പോൾ കണ്ടിടത്തോളം ചായക്കടയും ഇങ്ങനത്തെ ചെറിയ ചെറിയ കച്ചവടവും ഒക്കെ നടത്തുന്നത് ബംഗാളികളാണ്. അവർ ആര് വന്നാലും സംസാരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഭാഷയും പഠിച്ചു വച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചേച്ചി എന്താ വേണ്ടത് ചേച്ചി
എത്ര കിലോ വേണം ചേച്ചി? അവർ മലയാളത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. അടിപൊളിയായിട്ട് എല്ലാ ബംഗാളിയും ഇപ്പോൾ മലയാളം പറയും. പിന്നെ കുട്ടികളായിട്ടൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഈ വഴിയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് യാത്ര ചെയ്താൽ എല്ലാ കാഴ്ചകളൊക്കെ കാണാൻ കുട്ടികൾക്ക് വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവർക്കൊക്കെ ഒന്ന് പോകുകയാണെങ്കിൽ ആലപ്പുഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് സഞ്ചരിച്ച് മക്കളൊക്കെ ആയിട്ടൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അതൊരു സന്തോഷമാണ്. ഞങ്ങൾ 2 താറാവിനെയൊക്കെ മേടിച്ച് കുറച്ച് താറാവിൻ്റെ മുട്ടയൊക്കെ മേടിച്ചു. അങ്ങനെ കാശൊക്കെ കൊടുത്ത് ഞങ്ങൾ പോന്നു. ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു ടൂറ് പോലെ പോയതൊന്നും അല്ല, വെറുതെ ഞങ്ങളുടെ നാട് തന്നെയാണ് ആലപ്പുഴ. അവിടെ അങ്ങനെ